സൗഹൃദ കൂട്ടായ്മ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 1ാം വാർഷികവും മെഡിക്കൽ ക്യാമ്പും കായംകുളം പുതിയിടം ലയൺസ് ക്ലബ്ബിൽ നടന്നു. സൗഹൃദ കൂട്ടായ്മ എക്സിക്യൂട്ടീവ് സെറീന നൌഷാദിന്റെ ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കൂട്ടായ്മ പ്രസിഡന്റ് സാദിഖ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സൗഹൃദ കൂട്ടായ്മ എന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ 6/11/2024 വളരെ കുറച്ച് മെമ്പേഴ്സുമായിട്ട് തുടങ്ങുകയും ഏതാണ്ട് ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ, വിവാഹ സഹായം, ചികിത്സാ സഹായം, അതുപോലെ തന്നെ പഠനോപകരണ വിതരണം, കുട്ടികൾക്കുള്ള യൂണിഫോം, ബാഗ്, മറ്റ് എല്ലാവിധ സംവിധാനങ്ങളോടും ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾക്ക് ശേഷം ഏതാണ്ട് 1 വർഷ കാലയളവിൽ ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ നടക്കുന്ന അതിവിപുലമായ പ്രോഗ്രാമുകളാണ് സൗഹൃദ കൂട്ടായ്മ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. സെക്രട്ടറി OE ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങ് മുൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ AA ഹക്കീം നിർവഹിച്ചു. വളരെ നല്ല ഒരു പ്രഭാതത്തിന് ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. വാശിയേറിയ തെരഞ്ഞെടുപ്പിന് ശേഷം ആവേശകരമായ രാഷ്ട്രീയ മൽപ്പിടുത്തങ്ങൾക്കിടയിൽപ്പെട്ട് അകന്നുപോയ മനസ്സുകളുണ്ടെങ്കിൽ ആദർശങ്ങളുടെ പിൻബലത്തിൽ അവകാശവാദങ്ങൾ കൊണ്ട് അകന്നു നിൽക്കപ്പെടാൻ പ്രേരിപ്പിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ പോലും ഒന്നിച്ചിരുത്താൻ കഴിയുന്ന ഒരു സംഗമമായി, വേദിയായി സൗഹൃദ കൂട്ടായ്മയുടെ ഈ യോഗം സംഘടിപ്പിച്ച് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സംഘാടകരെ അക്കാര്യത്തിൽ ഞാൻ അനുമോദിക്കുകയാണ്. മുനിസിപ്പൽ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സൗഹൃദ കൂട്ടായ്മ എക്സിക്യൂട്ടീവ് മിഷി മോനച്ചൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനിൽ നിന്നും TG അജികുമാർ, റിയാസ് പുലരിയിൽ, നസീബ് ഖാൻ, അനീഷ് ഗോപിനാഥ്, മുനിസിപ്പൽ കൗൺസിലർമാരായ പുളിയറ വേണുഗോപാൽ, വള്ളിയിൽ റസാഖ്, സജ്ന ഷഹീർ, ഷഹുബാനത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഏബൽ മോനച്ചന് മൊമെന്റോ നൽകി. തുടർന്ന് സൗഹൃദ കൂട്ടായ്മ അംഗങ്ങളായ മോളിക്കുട്ടി, അരവിന്ദൻ പെരുമ്പളം, സുരേഷ് മണ്ണാറശാല എന്നിവരെ ആദരിച്ചു. മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകിയ ഡോക്ടർ റിജു ഖാദർ ജീവിതശൈലി രോഗവും കേരളവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. അഹല്യ ഫൗണ്ടേഷനു വേണ്ടി ഡോക്ടർ ജോയൽ വർഗീസ് നേതൃവിഭാഗത്തിലും ദന്തവിഭാഗം ഡോക്ടർ അരുൺ ദേവരാജും നേതൃത്വം നൽകി. സൗഹൃദ കൂട്ടായ്മ അംഗമായ ഷൈലജ നാസറുദ്ദീൻ ആശംസയർപ്പിച്ചു. എക്സിക്യൂട്ടീവ് ആരിഫ കായംകുളം കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കായംകുളം.